ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നേരത്തെ നമ്മൾ ഓരോ മൊഡ്യൂൾസിൽ നിന്നും വരുന്ന പോയത്തിൻ്റെയും അതുപോലെ സ്റ്റോറീസിൽ നിന്നൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളൊരു കംപ്ലീറ്റ് ഒരു 75 മാർക്സിന് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെക്ഷൻ, അതിൽ നിന്നും ഫസ്റ്റ് വണ്ണിൽ നിന്നും നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പാസേജ് തരും. അതിൽ നിന്നാണ് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. ഡു യു നോ എ ഗ്രേറ്റ് ലോഡ് ഈസ് ഗോൺ ഫ്രം മീ ടുഡേ, ഐ തോട്ട് ഐ ഹാഡ് ദി ബ്ലഡ് ഓഫ് എ മാൻ ഓൺ മൈ ഹാൻഡ്സ്. ഇത് നമ്മുടെ അസ്ട്രോളജേഴ്സ് ഡേയിൽ നിന്നുള്ള പാസേജാണ്. അതിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഡസ് എ ബ്ലഡ് ഓഫ് എ മാൻ ഓൺ വൺസ് ഹാൻഡ്സ് മീൻസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ഓഫ് എ മാൻ ഓൺ വൺസ് ഹാൻഡ്സ് മീൻസ് ടു ബി എ മർഡറർ, അതായത് ഒരു മർഡറർ ആണ് എന്നാണ്. ബ്ലഡ് ഓഫ് എ മാൻ, കൈകളിൽ രക്തക്കറ എന്നുള്ളത് കൊണ്ട് ഒരാളെ ഹി ട്രൈ ടു കിൽ, ഗുരുനായക് അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ് ബ്ലഡ് ഓഫ് എ മാൻ ഓൺ വൺസ് ഹാൻഡ്സ് മീൻസ്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസിൽ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, whom did the astrologer try to kill one day and why? ആരെയാണ് അസ്ട്രോളജർ കില്ല് ചെയ്യാൻ ട്രൈ ചെയ്തത് അല്ലെങ്കിൽ കില്ല് ചെയ്യാൻ നോക്കിയത്, എന്തുകൊണ്ട്? എൻ്റെ ആൻസർ വരുന്നത്, ദ അസ്ട്രോളജർ ട്രൈ ടു കിൽ ഗുരു നായക് വെൻ ദി അസ്ട്രോളജർ വാസ് എ സില്ലി യങ്സ്റ്റർ. ദ ഡ്രാങ്ക്, gambled and quarreled badly one day. The astrologer stabbed Guru Nayak and pushed him into a well nearby. അപ്പോൾ എന്താണ്, അസ്ട്രോളജർ ഗുരു നായകിനെയാണ് കൊല്ലാൻ നോക്കിയത്. അസ്ട്രോളജർ യങ്സ്റ്റർ ആയിരുന്ന സമയത്ത് അവർ ഡ്രാങ്ക് ചെയ്തു, ഗാംബിൾ ചെയ്തു, കോറൽ ചെയ്തു. എന്നിട്ട് അസ്ട്രോളജർ എന്ത് ചെയ്തു, ഗുരു നായകിനെ സ്റ്റാബ് ചെയ്തു മീൻസ് നൈഫ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്തു, കുത്തി എന്നുള്ള ഒരു മീനിങ്ങാണ് വരുന്നത്. എന്നിട്ട് അവിടെ നിയർ ബൈ ബെല്ലിൽ കൊണ്ടുപോയി ഇട്ടു. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ 2 മാർക്കിനൊക്കെ കറക്റ്റ് ആൻസർ എഴുതിയാൽ മതി, ഒരു 2-3 ലൈൻസിലൊക്കെ കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, the darkness lord that was inside the astrologer has disappeared, critically justify the statement. ഈ സി പാർട്ട് 3 മാർക്കിനും വരാം, 4 മാർക്കിനും വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആദ്യം എന്ത് ചെയ്യണം, അസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു പാസേജ് ഏതിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം ഏതാണ് സ്റ്റോറി എന്നും അതിൻ്റെ റൈറ്ററുടെ പേരും എഴുതണം. ദ അസ്ട്രോളജേഴ്സ് ഡേ ഇസ് എ സ്റ്റോറി ബൈ RK നാരായൺ എന്ന് പറഞ്ഞിട്ട് വേണം പിന്നെ ആൻസർ എഴുതാൻ. നമ്മൾ സമ്മറി എഴുതിയിട്ടുണ്ട് അല്ലേ. അതിലെന്താണ് ക്വസ്റ്റിൻ്റെ മീനിങ് വരുന്നത്, ഡാർക്ക്നെസ് ലോഡ് ഇൻസൈഡ് ദി അസ്ട്രോളജർ ഹാസ് ഡിസപ്പിയേർഡ്. നമ്മുടെ അസ്ട്രോളജറുടെ മൈൻഡിലുള്ള ആ ഒരു ലോഡെല്ലാം ഡിസപ്പിയറായി, ഇല്ലാണ്ടായിപ്പോയി. ഇതിനെ കമൻറ്റ് ചെയ്യാൻ ക്രിട്ടിക്കലി ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ജസ്റ്റ് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എഴുതാൻ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് എഴുതാനാണ്. അല്ലാണ്ട് ക്രിട്ടിക്കലി ജസ്റ്റിഫൈ എന്നൊന്നും പറഞ്ഞാൽ വേറൊരുപാട് മീനിങ് ഒന്നുമില്ല, ജസ്റ്റ് അത് നിങ്ങൾ ക്രിട്ടിക്കലായിട്ടൊന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് എഴുതാം, ആരാണ് എഴുതിയത്, ഏതാ സ്റ്റോറിന്ന് എഴുതി തുടങ്ങിയിട്ട് വേണം ആ ഒരു സ്റ്റോറി നിങ്ങൾ എഴുതാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്മറി പഠിക്കുക. സമ്മറി എഴുതി തന്നിട്ടുണ്ട് അസ്ട്രോളജേഴ്സ് ഡേയുടെ. അപ്പോൾ ആ ഒരു സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 3 ഫസ്റ്റ് പാർട്ടിൽ എ എന്ന പാർട്ടിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 3 സെക്ഷൻ വന്നു, ABC എന്ന് പറഞ്ഞിട്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, മൈ ലിറ്റിൽ ഹോഴ്സ് മസ്റ്റ് തിങ്ക് ഇറ്റ് ക്യൂർ ടു സ്റ്റോപ്പ് വിതൗട്ട് എ ഫാം ഹൗസ് നിയർ. ഓക്കെ, ഇതെന്താണ്, പോയത്തിൻ്റെ ലൈനാണ്. അപ്പോൾ ക്യൂർ, ഹോഴ്സ്, ഫാം ഹൗസ് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സ്റ്റോപ്പിംഗ് ബൈ ദി വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പോൾ ആദ്യ ലൈന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവണം ഏതാണ് അല്ലെങ്കിൽ ഏത് സ്റ്റോറിയിൽ നിന്നാണോ പോയത്തിൽ നിന്നാണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ സിനോണിം ഫോർ ക്യൂർ. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂർ എന്നുള്ള വേർഡിൻ്റെ സെയിം മീനിങ് വരുന്ന മറ്റൊരു വേർഡ് എഴുതാനാണ്. അപ്പോൾ ക്യൂറിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ക്യൂർ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് എന്നാണ് മീനിങ്. അപ്പോൾ അതിൻ്റെ ആൻസർ സ്ട്രേഞ്ച്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വൈ ഡസ് ദി പോയറ്റ് സ്റ്റോപ്പ് വിത്തൗട്ട് എനി ഫാം ഹൗസ് നിയർ ബൈ. എന്തുകൊണ്ടാണ് പോയറ്റ് അടുത്തൊരു ഫാം ഹൗസ് ഒന്നും ഇല്ലാണ്ട് സ്റ്റോപ്പ് ചെയ്തത്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വി ഓൾ നോ ദാറ്റ് ദി പോയറ്റ് സ്റ്റോപ്ഡ് without a farmhouse nearby to enjoy the beauty of the forest. ഓക്കെ, ആ രീതിയിൽ എഴുതാം. ദെൻ മൂന്നാമത്തെ സി പാർട്ടിൽ, അനലൈസ് വൈ ദി പോയറ്റ് ഡിസൈഡ് ടു കണ്ടിന്യൂ ദ ജേർണി ഈവൻ ദോ ഹി വിഷസ് ടു സ്റ്റേ ബാക്ക്. എന്താകും ചോദിച്ചേക്കുന്നത്, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ നമ്മുടെ
പോയിട്ട് ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്യാൻ, പോയിട്ടിന് അവിടെ സ്റ്റേ ചെയ്യാനാണ് താല്പര്യം. അദ്ദേഹത്തിൻ്റെ ഡിസയർ എന്താണ്? ഹി വിഷസ് ടു സ്റ്റേ ഇൻ ദാറ്റ് ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്, ബട്ട് ഹി വാണ്ടഡ് ടു ഗോ ബാക്ക് ബിക്കോസ് ഹി ഹാഡ് എ a lot of duties and responsibilities to do. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അവിടെ നിന്നും പോകാൻ നിർബന്ധിതനായത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമ്മറിയിലെല്ലാ ആൻസറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ആ സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ അതിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് I watched the flame feeding on my mother. I watched the holy man perform his rites to tame the poison with an incantation. അപ്പോൾ എന്താണ്? മദറാണ്, പോയിസണാണ്, ഇൻകാൻറ്റേഷനാണ്. ഫ്രേസ് കാണുമ്പോൾ ഇതൊരു ക്ലൂ ആണ്, നമുക്ക് മനസ്സിലാവും എന്താ? നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോണിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ വാഷ്ഡ് ദി പെർഫോം എന്നുള്ള വേർഡിൻ്റെ അല്ലെങ്കിൽ പെർഫോം എന്ന് പറയുന്ന ഈ ഒരു വേർബിൻ്റെ മറ്റൊരു ഫോം, അനദർ ഫോം യൂസ് ചെയ്യണം. അപ്പോൾ നൗൺ യൂസ് ചെയ്യണം ഇവിടെ. ഐ വാച്ച്ഡ് ദി പെർഫോമൻസ് ഓഫ് ദി ഹോളി മാൻ. ഓക്കെ, ഇനി ബ്രിങ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ലൈൻ ഐ വാച്ച്ഡ് ദി ഫ്ലെയിം ഫീഡ് ഓൺ മൈ മദർ. ഐ വാച്ച്ഡ് ദി ഫ്ലെയിം ഫീഡ് ഓൺ മൈ മദർ എന്നുള്ള ലൈനിൻ്റെ മീനിങ് എന്താണ്? അതാണ് ചോദിച്ചേക്കുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. The poet's father poured a little paraffin on the bitten toe of the mother and put a matchstick to it. The fire worked on the toe of the mother to decrease the poison and pain. ഇവിടെ കൊടുത്തിട്ടുണ്ട് പോയിറ്റിൻ്റെ ഫാദർ കുറച്ച് പാരഫിൻ ഒഴിച്ചു കൊടുത്തു. ആൻഡ് പിന്നെന്താ സംഭവിക്കുന്നത്? അത് റെഡ്യൂസ് ചെയ്യാൻ, ആ ഒരു പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിറ്റിൻ്റെ ഫാദർ എന്ത് ചെയ്യുന്നത്? ആ ഒരു പാരഫിൻ പൗർ ചെയ്യുന്നത്. ദ ഫയർ വർക്ക്ഡ് ഓൺ ദി ടോ ഓഫ് ദി മദർ ടു ഡിക്രീസ് ദി പോയിസൺ ആൻഡ് പെയിൻ. അങ്ങനെ ഈ ഒരു ഫയർ വർക്ക് ചെയ്തു, ഈ ഒരു പോയിസൺ ഡിക്രീസ് ആയി. ഇതൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നമുക്കിതും കൂടെ ആഡ് ചെയ്യാം. ദ പോയറ്റ് വാച്ച്ഡ് ഓൾ ദീസ് ഹെൽപ്ലെസ്ലി, അല്ലെങ്കിൽ ദ പോയറ്റ് ഈസ് ഹെൽപ്ലെസ്. ഹി ക്യാൻ ഓൺലി വാച്ച് ഓൾ ദീസ് ഇൻസിഡൻറ്റ്സ്. അദ്ദേഹം ഒരു ഹെൽപ്ലെസ് ആയിട്ട്, ഒരു ചെറിയ കുട്ടിയായതിനെ കൊണ്ട് തന്നെ ഹെൽപ്ലെസ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. എല്ലാം ഈ ഒരു കാര്യങ്ങളെല്ലാം കാണാൻ മാത്രമേ അദ്ദേഹത്തിന് പറ്റുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആൻസർ എഴുതാം. നെക്സ്റ്റ്, ഹൗ റെലവൻറ്റ് ഈസ് ദ പോയം ഇൻ ദി പ്രസൻറ്റ് ഡേ. പ്രസൻറ്റ് ഡേയിൽ എന്താണ് ഈ ഒരു പോയത്തിൻ്റെ റിലവൻസ്? നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആൻസർ ഏതൊക്കെയാണ് പോയിൻറ്റ്സ് പറഞ്ഞിട്ട്. സൂപ്പർസ്റ്റിഷൻസ്, അതുപോലെ ആ ഒരു അമ്മയുടെ ആ ഒരു ലവ്, മദർലി ലവ്, കെയർ, പ്രൊട്ടക്ഷൻ, അതുപോലെ സൂപ്പർസ്റ്റിഷൻസ്, ബിലീഫ്, കസ്റ്റംസ്, ദെൻ ഗോഡ്, ദ ബിലീവ് ഇൻ ഗോഡ്, പ്രെയർ, ഇതൊക്കെ നമുക്ക് വെച്ചിട്ട് ഒരു ആൻസർ എഴുതാൻ പറ്റും അല്ലേ. അതൊക്കെ ഇപ്പോഴും റിലവൻ്റാണ് നമ്മുടെ ഈ ഒരു കാലത്തും. എന്താണ് സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസങ്ങളും, അതുപോലെ ദൈവവിശ്വാസം, പ്രാർത്ഥന, അമ്മയോടുള്ള സ്നേഹം, അമ്മക്ക് മക്കളോടുള്ള സ്നേഹം, ഇതെല്ലാം ഈ ഒരു കാലത്തും കൂടെ, ഈ ഒരു കാലത്ത് മാത്രമല്ല വരുന്ന ഒരു സമയത്തും നമുക്ക് ഈ ഒരു പോയം റിലവൻ്റാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആൻസർ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമ്മറി പഠിച്ചിട്ട് അങ്ങനെ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റുന്നതാണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, when Della arrived home, her excitement faded to a little prudence and reason. ഓക്കെ, ഡെല്ല വീട്ടിലെത്തിയപ്പോൾ എന്താണ് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഫെയ്ഡായിപ്പോയി. ഡെല്ലയുടെ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് വീട്ടിൽ വന്ന സമയത്ത് അവളുടെ ആ ഒരു ഹെയറൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റ് വാങ്ങിച്ച് വീട്ടിൽ വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ആകാംക്ഷയൊക്കെ ഫെയ്ഡായിപ്പോയി, ഇല്ലാണ്ടേ ആയിപ്പോയി. വിത്ത് ലിറ്റിൽ പ്രൂഡൻസ് ആൻഡ് റീസൺ. അവൾ കുറച്ച് പ്രൂഡൻ്റായിട്ടും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി. പ്രൂഡൻറ്റ് മീൻസ് ഒരു വിവേകം, ആ ഒരു മീനിങ്ങാണ്, വയസ്സായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് പിക്ക് ഔട്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പിക്ക് ഔട്ട് ഫ്രം ദി ചോയ്സസ് ഗിവൺ ദി ആൻറ്റോണിം ഓഫ് ദി വേർഡ് അണ്ടർലൈൻ. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് വേർഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ ഓപ്പോസിറ്റ് പ്രൂഡൻസ് ആണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ആ പ്രൂഡൻസിൻ്റെ മീനിങ് എന്താണ്? വൈസാണ് അല്ലേ, വിവേകം, ബുദ്ധി എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ 3 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്? സാഡ്നെസ്, അൺവൈസ്, അതുപോലെ ഹാപ്പിനെസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട്, പ്രൂഡൻസിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് അൺവൈസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why did Della's excitement fade on arriving home?
എന്തുകൊണ്ടാണ് ഡെല്ലയുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ വീട്ടിലെത്തിയപ്പോൾ ഫെയ്ഡായി പോയതെന്നാണ് ക്വസ്റ്റ്യൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അവൻ്റെ ആൻസർ, ഡെല്ല സോൾഡ് ഹെർ ലോങ് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഹെയർ ടു ദി ഹെയർ ഗുഡ്സ് മെർച്ചൻറ്റ് മാഡം സോഫ്രോണി ഫോർ $20 മാഡം സോഫ്രോണിക്ക് ഹെയർ സെല് ചെയ്തു. വെൻ ഡെല്ല അറൈവ്ഡ് ഹോം ഷീ ബിക്കെയിം പ്രൂഡൻ ആൻഡ് ബിഗാൻ ടു റിപ്പയർ ഹെർ ഹെയർ. വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഡെല്ല ഈ മുടിയൊക്കെ ഇങ്ങനെ റിപ്പയർ ചെയ്യാണ്, ഹെയറൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കുന്ന ആ സമയത്ത് റിയലൈസ് ദാറ്റ് ഹെർ had been ruined. her hair എന്നുണ്ട് കേട്ടോ. ഹെയർ എന്ന് കഴിഞ്ഞിട്ട് ഒരു ഹെയർ ആഡ് ചെയ്യാനുണ്ട്. her hair had been ruined by her love and desire to give a special gift for Jim. അവളുടെ ആ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആ ഒരു താല്പര്യം കൊണ്ട് എന്തായിട്ടുണ്ട്, അവളുടെ ആ ഭംഗിയുള്ള ആ മുടിയൊക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ട് എന്ന് അവൾ തിരിച്ചറിയുന്ന സമയത്ത് അവൾക്ക് ചെറിയൊരു വിഷമം വരുന്നുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ദെൻ True love is an act of sacrifice, common with reference to the short story Gift of the Magi. True love എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് സെൽഫ് സാക്രിഫൈസ് ആണല്ലേ. അപ്പോൾ അത് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു സ്റ്റോറി ഗിഫ്റ്റ് ഓഫ് ദി മജായി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ട് എഴുതാനാണ്. നമുക്ക് സമ്മറി കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. കാരണം ആ സമ്മറിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് എന്താണ് ട്രൂ ലവ്, സാക്രിഫൈസ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് പരസ്പരം സാക്രിഫൈസ് ചെയ്തതെന്നൊക്കെയുള്ള അതിൻ്റെ ആൻസറൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ഒരു സമ്മറി പഠിച്ചിട്ട് എൻ്റെ ആൻസർ എഴുതാം. അതിൽ ആൻസർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ നിന്നും നമ്മൾ സമ്മറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് 2 പോയത്തിൽ നിന്നും 2 സ്റ്റോറീസിൽ നിന്നുള്ള എല്ലാ ഇതിൽ നിന്നും ടച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. 2 സ്റ്റോറിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, 2 പോയത്തിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എ സെക്ഷൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി പാർട്ട് ബി സെക്ഷനിൽ എങ്ങനെയാണ് വരുന്നത്. 3D കൺസ്ട്രക്ഷൻ പ്രിൻറ്റിങ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പാർട്ട് ബിയിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, 10 മാർക്സ് 3D കൺസ്ട്രക്ഷൻ പ്രിൻറ്റിങ്. അപ്പോൾ നമുക്ക് ഏത് പാരഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സിൽ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1.1 1.2 എന്നൊക്കെ പറഞ്ഞ് പോയിൻ്റ് ഇട്ടിട്ട് വേണം എഴുതാൻ. ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇത് വായിച്ച് നോക്കുക. 3D കൺസ്ട്രക്ഷൻ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, വിച്ച് അമംഗ് ദ ഗിവൺ വേർഡ്സ് ഇസ് നോട്ട് ഈക്വാലൻ്റ് ഓഫ് 3D കൺസ്ട്രക്ഷൻ പ്രിൻറ്റിങ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരുന്നത്, ഓഫ്സെറ്റ് പ്രിൻറ്റിങ്. ഇതൊക്കെ ആൻസർ നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നും ആൻസർ കിട്ടും കേട്ടോ. Where was India's first 3D printed house built? എവിടെയാണ് ഫസ്റ്റ് 3D പ്രിൻറ്റഡ് ഹൗസ് ബിൽറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ദ 3D പ്രിൻറ്റ് കനാൽ ഹൗസ് വാസ് ദി ഫസ്റ്റ് ഫുൾ സ്കെയിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറഞ്ഞിട്ട് ആൻസർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, India's first printed house with a built-in area 600 square feet was inaugurated IIT campus Chennai on April 27, 2021. ഇതിൻ്റെ ആൻസർ നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതാൻ പറ്റും. ദെൻ ഹൗ ഈസ് 3D കൺസ്ട്രക്ഷൻ പ്രിൻറ്റിങ് ബെനിഫിഷ്യൽ. ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇത് വായിച്ചു കഴിഞ്ഞാൽ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബി പാർട്ടിൽ പ്രിപ്പയർ എ സമ്മറി ഓഫ് ദി പാസേജ് 3D കൺസ്ട്രക്ഷൻ പ്രിൻറ്റിങ് ഇൻ എ നോട്ട് ഫോം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 10 ഇതിൻ്റെ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് 1 മാർക്ക് വീതമായിട്ട് 6 മാർക്കിനായിട്ടുണ്ട് പാരഗ്രാഫിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, നമുക്ക് നോക്കിയിട്ട് എഴുതാൻ പറ്റും. ദെൻ 4 മാർക്കിൻ്റെ നോട്ട് ഫോം നമ്മൾ അറിയാം. ഇതിൽ ആൻസർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് നോക്കുക. 1 വാട്ട് ഈസ് 3D കൺസ്ട്രക്ഷൻ പ്രിൻറ്റിങ്. ക്വസ്റ്റ്യൻ എഴുതുക, ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് വാട്ട് ഈസ് 3D കൺസ്ട്രക്ഷൻ പ്രിൻറ്റിങ്. അത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, അല്ലാതെ നമുക്ക് പോയിൻ്റായിട്ട് അങ്ങനെ എഴുതാം കേട്ടോ. ഈ 1.1 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പോയിൻ്റ് എഴുതി. 1.2 നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഷോർട്ടാക്കിയിട്ട് വേണം എഴുതാൻ, എല്ലാം കൂടെ വാരി വലിച്ച് എഴുതരുത്. ഓക്കെ, 1.1 1.2 1.3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻറ്റ്സൊക്കെ ഷോർട്ടാക്കിയിട്ട് എഴുതുക, അത് പഠിക്കുക. ദെൻ ഇതിൽ കറക്റ്റായിട്ട് നോക്കുക എങ്ങനെയാണ് കൊടുത്തേക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് പഠിക്കുക. ദെൻ റിപ്പോർട്ട് ദി ഫോളോയിങ്. റിപ്പോർട്ടഡ് സ്പീച്ചാണ് ഇത്, എഴുതാം. ആൻഡ് ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്താ ചെയ്യേണ്ടത്, ടെൻസ് ഷിഫ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ അതെന്താവും, സിമ്പിൾ പാസ്റ്റ് ആവും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. ഓരോ ടെൻസും എങ്ങനെയാണത് ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കിയതാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇതാണ് ക്വസ്റ്റ്യൻ. ജോൺ ഇൻഫോംഡ്. ആദ്യം ഈ ഒരു
കോൺവെർസേഷൻ വായിക്കുക. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോൺ ഇൻഫോംഡ്. റിപ്പോർട്ടർ സ്പീച്ച് വരുമ്പോൾ ജോൺ ഇൻഫോംഡ് പ്രമോദ്. ജോൺ ഫസ്റ്റ് ജോണാണ് സംസാരിക്കുന്നത്. ജോൺ ഇൻഫോംഡ് പ്രമോദ് ദാറ്റ് എന്താണ് വി ഹാവ് ടു പ്ലേസ് ദി പർച്ചേസ് ഓർഡർ. വി ഹാവ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ വി ഹാവ് എന്നാൽ ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണല്ലേ ഹാവ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ പ്രസൻറ്റ് പെർഫെക്റ്റിനെ നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് ആക്കുമ്പോൾ നേരെ എന്താക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അപ്പോൾ വി ഹാവ് എന്നുള്ളത് എന്തായി മാറും? വി ഹാഡ്. ഓക്കെ, ഹാവ് ഹാഡ് ആവും. വി എന്നുള്ളത് എന്താവും? വി എന്താവും? ദേ ആവും. ഓക്കെ, വി ഹാവ് എന്നുള്ളത് അപ്പോൾ ദേ ഹാഡ്. നമ്മൾ എന്നുള്ളത് അവരെന്നാവില്ലേ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ? പ്രൊനൗൺസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ജോൺ ഇൻഫോംഡ് പ്രമോദ് ദാറ്റ് ദേ ഹാഡ് ടു പ്ലേസ് ദി പർച്ചേസ് ഓർഡർ ഫോർ കാറ്ററീസ്. അങ്ങനെ ഓരോ ടെൻസുകളും മാറ്റിയിട്ടുണ്ട്, ഓരോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത്. ദ ഫോളോയിങ് ഇസ് ദ ഇൻഫോർമേഷൻ ഡെലിവേർഡ് ടു ദി കസ്റ്റമർ ഫ്രം ദി കൊറിയർ ഓഫീസ് ബട്ട് ദർ ആർ എറേഴ്സ് ഇൻ ടെൻസസിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്, അണ്ടർലൈൻ ചെയ്ത് അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. വി യൂഷ്വലി ഡെലിവേർഡ് അവർ ഓർഡർ ഓൺ ടൈം. ഇവിടെ നമുക്ക് പാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രസൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡെലിവേർഡ് എന്നുള്ളത് ഡെലിവർ ആയിട്ടുണ്ട്. ബട്ട് സിൻസ് ദർ ഈസ് എ ലോക്ക്ഡൗൺ കഴിഞ്ഞതാണ്. ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ദർ ഈസ് എന്നുള്ളത് ദർ വാസ് എന്നായി മാറും. ദെൻ ടുഡേ അവർ എക്സിക്യൂട്ടീവ്, ഇവിടെ വാസ് എന്നാണ് കൊടുത്തത്, വാസ് കമ്മിങ്. എക്സിക്യൂട്ടീവ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്, പ്രസൻറ്റിലാണ്. അപ്പോൾ ഈസ് കമ്മിങ് ആവും. ടു യുവർ ലൊക്കാലിറ്റി ആൻഡ് ഹി ഈസ് ഡെലിവർ യുവർ ഓർഡർ. നിങ്ങളുടെ ഓർഡർ ഉടൻ തന്നെ ഡെലിവർ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഹി വിൽ ഡെലിവർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടെൻസസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് പ്രൊഫൈൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നെയിമും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അഡീഷണൽ ക്വാളിഫിക്കേഷൻ, പ്രസൻറ്റ് ജോബ്, ഹോബീസ് എല്ലാം തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് സെയിം ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതിയാൽ മതി. ദെൻ അടുത്തത് ഡിസ്ക്രൈബ് ഇൻ പാരഗ്രാഫ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രിപ്പയറിങ് ലാത്ത് മെഷീൻ. അപ്പോൾ ലാത്ത് മെഷീനിൻ്റെ കുറച്ച് സ്റ്റേജസ് തന്നിട്ടുണ്ട് പോയിൻറ്റ്സ് ആയിട്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫായിട്ട് എഴുതുകയാണ് വേണ്ടത്. പാരഗ്രാഫായിട്ട് എഴുതുമ്പോൾ ആദ്യം നമ്മളൊരു ഹെഡിങ് കൊടുക്കണം. ഇവിടെയാണ് ഇങ്ങനെയുള്ള ഇതിലാണ് കേട്ടോ നമ്മൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും മാറ്റിയിട്ട് അങ്ങനെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുത്തു. ഫസ്റ്റ് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ലാത്ത് മെഷീൻ ഹാസ് ടു ബി പ്രിപ്പയർഡ് ബിഫോർ ഓപ്പറേറ്റിംഗ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ e-stop ബട്ടൺ ഈസ് പ്രസ്ഡ് എന്നാണ് പറഞ്ഞത്. ദ e-stop ബട്ടൺ ഈസ് പ്രസ്ഡ്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ? പ്രസ് ദി e-stop ബട്ടൺ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് നമ്മൾ പാസീവ് ആക്റ്റീവ് വോയിസിലുള്ള ഒരു ടെൻസാണ്. അതിനെ നമ്മൾ പാസീവിലേക്ക് ആക്കുമ്പോൾ എന്താവും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മാറും. സിമ്പിൾ പ്രസൻറ്റ് എന്താവും? ഈസുള്ള അവിടെ വാസ് ആയിട്ട് മാറും. പ്രസ് ആണെങ്കിൽ പ്രസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരും നമ്മൾ പേജ് നമ്പർ 117 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. സിമ്പിൾ പ്രസൻറ്റിലെ ടെൻസ്, സിമ്പിൾ പാസ്റ്റ്, അതൊക്കെ എന്താണ് അതിൻ്റെ ചേഞ്ച് വരിക? ഈസിലത് വാസ് ആവും, അപ്പോൾ അതുപോലെ പ്രസ്സിലത് പ്രസ്ഡ് ആവും. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അത് നിങ്ങൾ ആ പേജ് നമ്പർ നോക്കിയിട്ട് കറക്റ്റായിട്ട് എഴുതാൻ ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹെഡിങ് ഒക്കെ വെച്ചിട്ട് വേണം എഴുതാൻ. ഇനി താഴെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചത് മിസ്സിങ് ആണ് വേർഡ്സ്. അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് ചെയ്തിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ ആ സെൻറ്റൻസ് കറക്റ്റായിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് given below is a paragraph on the causes of global warming in which certain sentences are missing. ഇതിലും അതുപോലെ തന്നെ സെൻറ്റൻസസ് മിസ്സായിട്ടുണ്ട്. അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഹെഡിങ് കൊടുത്ത് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് യു ആർ ദി സെയിൽസ് മാനേജർ ഓഫ് Rohit Industries, a wholesale manufacturer and distributor of steel valves. Using the information given below, send an email to your distributor. ഒരു ഇമെയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പ്രശ്നം, എന്താ കംപ്ലൈൻ്റ് ആണ്, അതുപോലെ എന്താണ് ഇതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ ഇനബിലിറ്റി ടു സപ്ലൈ ദി ഓർഡർഡ് ഐറ്റംസ് ഓൺ ടൈം. ടൈമിൽ ഓർഡർ കൊടുക്കാത്തതിനുള്ള ആ ഒരു കംപ്ലൈൻറ്റ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഡേറ്റ്, ഫ്രം, ടു, സബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കാം.
ദെൻ അടുത്തത് ദ ഡാറ്റ ഓഫ് എ റീസൺ സർവേൻ്റെ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെയാണ് ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ബാർ ഗ്രാഫ്, പൈ ഗ്രാഫ്, ലൈൻ ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാർ ഗ്രാഫാണിത്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. റെക്റ്റാങ്കുലർ ബാർസ് കൊടുത്തിട്ടുണ്ട്, ബാർ ഗ്രാഫാണ്. അപ്പോൾ ഇതിൽ ഹെഡിങ് ഉണ്ട്, ടോട്ടൽ ഹസാർഡസ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് കളക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ്. 2015 എത്രയാണ്? ചെന്നൈയിൽ നോക്കൂ നിങ്ങൾ, ബ്ലാക്ക് കളർ വരുന്നത് ചെന്നൈ ആണ്, ഗ്രേ കളർ വരുന്നത് ഹൈദരാബാദാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ 2015 എത്രയാണ് ഇതിൽ വരുന്നത് റൈസ് വരുന്നത്, അതുപോലെ 2016 ചെന്നൈയിലും ഹൈദരാബാദിലൊക്കെ എത്രയാണ് ചേഞ്ച് വരുന്നതെന്ന് നോക്കിയിട്ട് എഴുതുക. ഫസ്റ്റ് സെൻറ്റൻസ് എഴുതുമ്പോൾ ദിസ് ഇസ് എ ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് വേണം, വിച്ച് ഷോസ് ദി ടോട്ടൽ ഹസാർഡസ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് കളക്ഷൻ ഫ്രം 2015 to 2019 എന്നൊക്കെ പറഞ്ഞ് വേണം നിങ്ങൾ എഴുതാൻ. ജസ്റ്റ് ഈ ഒരു ഗ്രാഫിനെ അനലൈസ് ചെയ്യുക, അതിൽ നോക്കിയിട്ട് എന്തൊക്കെ ഇൻഫർമേഷനാണുള്ളത് അത് ഗ്രാഫ് നോക്കിയിട്ട് എഴുതാനാണ്, വേറെ ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2015 എത്രയാണ്, 2016 എത്രയാണ് റേസ് വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് Amin prepared the following PowerPoint slides for a presentation to be made on World Environment Day. Edit the slides to help him make an effective presentation. Prepare 5 slides for Amin. സ്ലൈഡ് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ലൈഡ് ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും തന്നിട്ടുണ്ട്, ഇത്രയും ഡാറ്റാസ് നമ്മളുടെ അടുത്തുണ്ട്, ഇത്രയും വലിയൊരു പാരഗ്രാഫ് ഉണ്ട്, അത്രയും പോയിൻറ്റ്സ് നമ്മളെടുത്തിട്ടുണ്ട്. നമ്മളൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തന്നിട്ടുണ്ട്. ഇത് വായിച്ച് നോക്കിയിട്ട് നമ്മളിത് ഷോർട്ടായിട്ട് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, സ്ലൈഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 5 സ്ലൈഡാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു സ്ലൈഡ് ഉണ്ടാക്കുക, ഹെഡിങ് കൊടുക്കുക സ്ലൈഡിന്, എന്നിട്ട് പൊല്യൂഷൻ അല്ലേ, ഫസ്റ്റ് പൊല്യൂഷനാണ്. അതിൽ ഫസ്റ്റ് സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾ 2 പോയിൻ്റ് എഴുതിയിട്ടുണ്ട്. പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യട്ടോ, അല്ലെങ്കിൽ ഒന്നിച്ചൊരു ഹെഡിങ് കൊടുത്തിട്ട് ഓരോ സ്ലൈഡിലും 2 പോയിൻ്റ് ആക്കിയിട്ട് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഓരോ സെക്ഷനും ഓരോ ഹെഡിങ്, ഇവിടെ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, ഓരോ സെക്ഷനും ഓരോ ഹെഡിങ് കൊടുത്തിട്ട് അങ്ങനെ ഓരോ സ്ലൈഡിലും 2 പോയിൻ്റ് വീതമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇവിടെ നോക്കിയിട്ടാണ്, ഇവിടുന്ന് പോയിൻറ്റ്സ് എടുത്തിട്ട് ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇങ്ങനെ നമ്മൾ ചെയ്തു. ഓരോ പോയിൻ്റ് 4-5 സ്ലൈഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് താങ്ക് യു എന്നും പറഞ്ഞ് ആ സ്ലൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, 75 മാർക്കിനൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ പഠിക്കുക. സെയിം പാറ്റേൺ, സെയിം മോഡലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുള്ള ബാക്കി 3-4 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു.